ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറേ കാന്താരി പറിച്ചില്ലേ, അതെല്ലാം ഒന്ന് കുത്തി എന്തോ കാന്താരി കണ്ട് അതിൽ കുറേ വെള്ളമുളകുണ്ട്, ഇത്രയുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് കുത്തി ഉപ്പിട്ടിട്ട് ആവിയിലൊന്ന് ജസ്റ്റ് വേവിച്ചെടുത്ത് ഒന്ന് വെയിലത്ത് വെക്കും. അതിനുശേഷം ഒരു രാത്രി മുഴുവനും കുറച്ച് തൈര്, നല്ല കട്ടി തൈര് ഒഴിച്ചിട്ട് അതിൽ മിക്സ് ചെയ്ത് വെച്ച ശേഷം രാവിലെ എണീച്ച് വീണ്ടും നന്നായിട്ട് ഉണക്കിയെടുക്കും. നല്ല ടേസ്റ്റ് കേട്ടോ. റെഡ് ചില്ലി, അതുപോലെ കാന്താരിയുടെ തൈര് മുളക്, അതാണ്. കത്തി ഇതൊക്കെ എടുത്തു. അയ്യോ, കാലിൽ കുറച്ച് ബുദ്ധിമുട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യുമ്പോഴേ. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്നത്തെ. എല്ലാം ഒന്നും വേഗം കുറേ ഉണ്ട്, വേഗം കുത്തിയെടുക്കും. ചെറുതാ കുത്താനാണ് പ്രയാസം, വലുതെല്ലാം ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ കുത്തുന്നു, ഇടുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷം? എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ എഴുതണം കേട്ടോ. ഇത് കുറേ ഉണ്ട്, ഒറ്റയ്ക്കാവുന്നതുകൊണ്ട് കുറേ സമയം എടുക്കും കുത്തിയെടുക്കാനൊക്കെ. ശരിക്കും ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ ഭയങ്കര പ്രയാസമുണ്ട്. ഇരിക്കുന്നത് അത്ര കംഫർട്ടബിൾ അല്ല, അതുകൊണ്ട്. ഒന്നൊന്നായിട്ട് കുത്തുമ്പം ഇത് പെട്ടെന്ന് തീരില്ല. അതുകൊണ്ട് കുറച്ച് കയ്യിലെടുത്ത് കുത്തിയിടട്ടെ ഒന്നിച്ച്, കാരണം കുറേ ഉണ്ടേ. ഒന്നൊന്നായിട്ട് ഒന്നിച്ച് കയ്യിലെടുത്ത് വെച്ചപ്പോൾ അതും താഴെ വീഴുന്നു. ഒരു എളുപ്പപ്പണിക്കും സമ്മതിക്കില്ല. കഴിഞ്ഞു, വെള്ള എല്ലാം കഴിഞ്ഞു. ഇനി വലിയ മുളകെല്ലാം കഴിഞ്ഞു. ഇനി കാന്താരികൾ കുറച്ചുണ്ട്, അത് മാത്രം കുത്തിയെടുക്കണം. ഇങ്ങനെ കുത്താൻ പറ്റില്ല, വെള്ളമാണ് ഇത്. ഇതിന് വേറൊരു പണിയുണ്ട്. കാന്താരി മാത്രം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞത് ഒന്നൊന്നായിട്ട് കുത്തിയിട്ട്, കത്തിയിൽ കുത്തി ആവില്ല. അപ്പം ഇതിങ്ങനെ കുറേ എണ്ണം വെച്ചിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി എടുക്കും.
ചുവന്ന മുളക് കുറേ ഉണ്ട്. ചുവന്ന മുളക് കൈ കൊണ്ട് തൊട്ടതുകൊണ്ട് ഇനി എല്ലാം ഗുദാ ഹവ എന്നാകും. എല്ലാം എരിയുന്നതിന് മുൻപ് വേഗം ഒന്ന് സോപ്പിട്ട് കഴുകട്ടെ. ചതഞ്ഞു പോയി, കുറച്ച് ചുവന്ന മുളക് പെട്ടതുകൊണ്ട് ചതഞ്ഞു പോയി. വേഗം കൈയൊക്കെ വാഷ് ചെയ്തില്ലെങ്കിൽ എരിഞ്ഞ് നാശകോശമുണ്ട്. ഇത്രയും മുളകുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കുറച്ച് ഉപ്പിട്ടിട്ട്, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുത്തിട്ട് ദിപ്പ വരാം. ചൂടുണ്ട്, അതാണ്. ആണോ? കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് ജസ്റ്റ് ആവി എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അതുപോലത്തെ 2 പ്ലേറ്റ് ഇടണം. പ്ലേറ്റിലിട്ടിട്ട് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കും. ഒന്നിൽ തന്നെ വെക്കാൻ തന്നെ ഉള്ളൂ. 2 പ്ലേറ്റ് എടുത്ത് വെച്ചതാണ് ഞാൻ. ഒന്നിൽ വെച്ചാൽ മതി. കുറച്ച് വെള്ളത്തിലാണ് വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ മൊത്തം വെള്ളമില്ലാതെ കരിഞ്ഞു വരും. കുറച്ച് ഇതുകൊണ്ട് വെയിലത്ത് വെക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.